തിരുവനന്തപുരം അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിക്കുകയാണ്. കടലിൽ കാണാതായ ഷിജിന്റെ കുടുംബമാണ് പ്രതിഷേധിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായെന്നാരോപിച്ചാണ് പ്രതിഷേധം. രജീഷ് നരിക്കുനി വിശദാംശങ്ങളുമായി ചേരുന്നു. രജീഷ്, കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി കുടുംബവും മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? 8 ദിവസമായി ഷിജിനെ കാണാതായിട്ട് അതിനെതിരെ പ്രതിഷേധമാണ് ഇപ്പോൾ കുടുംബം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസങ്ങൾക്ക് മുമ്പാണ് മത്സ്യബന്ധനത്തിനായി കടലിൽ പോയാണ് ഷിജിൻ. അതിനുശേഷം മടങ്ങിയെത്തിയില്ല. കൂടെ ഉണ്ടായിരുന്നവരെ കാണാതായിരുന്നു. പക്ഷേ ഒരാളുടെ മൃതദേഹം ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഷിജിനെ കണ്ടെത്താൻ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തുന്നില്ല. കോസ്റ്റൽ ഗാർഡ് ആയാലും വലിയ രീതിയിൽ വീഴ്ച സംഭവിക്കുന്നു. കാര്യമായ ഒരു രീതിയിലുള്ള ഒരു നിലപാടും കോസ്റ്റൽ ഗാർഡ് സ്വീകരിക്കില്ലെന്ന് ആരോപിച്ചാണ് കുടുംബം ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഇവിടെ ഇരിക്കട്ടെ, മഴയാർന്നാലും വെയിലാർന്നാലും ഇവിടെ ഇരിക്കട്ടെ. എന്റെ പിള്ളേര് എന്റെ കൊച്ചിന്റെ അപ്പനെ കൊണ്ടുവരാൻ പറ. ഞാൻ ഇവിടെ നിന്ന് മാറാം. ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ പോണം. എന്റെ പിള്ളേർ ഇവിടെ ഇരുന്ന് ചാവട്ടെ. ഞങ്ങളെല്ലാരും ഇവിടെ ഇരുന്ന് ചാവും. എന്റെ കൊച്ചിന്റെ പപ്പനെ കൊണ്ടുവരാൻ പറ. മഴയാർന്നാലും വെയിലാർന്നാലും ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൊള്ളും. എന്റെ കൊച്ചിന്റെ പപ്പാനെ കൊണ്ടുവരാൻ പറ. എന്റെ ഭർത്താവ് എവിടെ? എന്റെ ശീഞ്ചേട്ട എവിടെ? ഇവരെനിക്ക് തിരക്കി തരുമെന്ന് പറഞ്ഞാണ് എന്നെ വീട്ടിൽ പറഞ്ഞുവിട്ടെ. ഇവരെനിക്ക് തിരക്കി തരുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വീട്ടിൽ പറഞ്ഞുവിട്ടെ. എവിടെ എന്റെ ഭർത്താവ്? 8 ദിവസമായി ഇവരെന്നെ തിരക്കി തരുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വീട്ടിൽ പറഞ്ഞുവിട്ടെ. എനിക്ക് എന്റെ ഭർത്താവിനെ ഇവിടെ കൊടുത്ത് തരുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വീട്ടിൽ പറഞ്ഞുവിട്ടെ. എവിടെ എന്റെ ഭർത്താവ്? എവിടെ എന്റെ ഭർത്താവ്? എവിടെ? ഞാൻ ഇവിടെ അനങ്ങൂല. എന്റെ മക്കളെല്ലാരും ഞങ്ങൾ ഇവിടെ മഴ കൊള്ളും. ഞങ്ങൾ അനങ്ങൂല. ഇവിടെ എന്റെ ഭർത്താവ് ഇവിടെ വരട്ടെ. ഇവരെന്ത് ചെയ്യാന്ന് എനിക്ക് കാണണം. ഇവരെന്താണ് എനിക്ക് എന്റെ ഭർത്താവിനോട് ചെയ്യണമെന്ന് എനിക്ക് കാണണം. ഞാൻ അനങ്ങൂല. ഇവിടെ ഞാൻ അനങ്ങൂല. എന്റെ മക്കളെല്ലാം ഇവിടെ ഇറങ്ങി ചാവട്ടെ. കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ ഇരിക്കുന്ന അവരുടെ മഴയത്തടക്കമുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 8 ദിവസം മുമ്പാണ് ഷിജിൻ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനായി കടലിൽ പോയതിനു ശേഷം നേരത്തെ കാര്യക്ഷമമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോസ്റ്റൽ ഗാർഡോ പോലീസോ സർക്കാരോ നടത്തിയില്ല എന്ന് ആരോപിച്ചാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. മഴയായാലും വെയിലായാലും ഇത് കൊണ്ടുകൊണ്ട് ഇവിടെ ഇന്നുകൊണ്ട് പ്രതിഷേധിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത്. ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നവരെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഇതിൽ നിന്നും പിരിഞ്ഞു പോയില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോസ്റ്റൽ ഗാർഡ് അടക്കം ആദ്യം കോസ്റ്റൽ ഗാർഡ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അതിനുശേഷമാണ് പുറത്തേക്ക്